എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഡിഗ്രി ലെവൽ പ്രിലിമിനറിയുടെ ആദ്യഘട്ട പരീക്ഷ കഴിഞ്ഞതോടുകൂടിയിട്ട് ഇനി PSC വേണ്ട എന്ന് പറഞ്ഞ് PSC പരീക്ഷകൾ എഴുതുന്നത് നിർത്താൻ തീരുമാനിച്ചിട്ടുള്ള കുറേ പേരൊക്കെ ഉണ്ടാവും അല്ലേ, PSCയുടെ ചോദ്യപേപ്പർ കണ്ടിട്ട്. അപ്പോൾ ഏകദേശം എല്ലാവരുടെയും അവസ്ഥ അത് തന്നെയാണ്. ഇനി ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ PSC എന്ന് പറയുന്ന ഈ കടമ്പ ഒന്ന് കടന്നു കിട്ടുക എന്ന് ചിന്തിച്ചിരിക്കുന്നവരായിരിക്കും എല്ലാവരും. അപ്പോൾ നിങ്ങളോടായിട്ടാണ് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഒപ്പം നമ്മുടെ കട്ട് ഓഫിൻ്റെ കാര്യം കൂടെ ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത്, ഡിഗ്രി ലെവൽ പ്രിലിമിനറിയുടെ ആദ്യഘട്ട പരീക്ഷയുടെ ക്വസ്റ്റ്യൻസ് നമ്മളെല്ലാവരും കണ്ടതാണ്. എന്താണ്, പ്രസ്താവനയുടെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ നമ്മൾ കണ്ടിട്ടുള്ളത്. പ്രസ്താവനകളുടെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും. അത് നമ്മൾ വായിച്ച് മനസ്സിലാക്കി നമ്മൾ ആൻസർ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. നമ്മൾ ഡിഗ്രി ലെവൽ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് നിലവാരമുള്ള ചോദ്യം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും നിലവാരം കൂടിയ ചോദ്യങ്ങളാണോ എന്നുള്ളതാണ് അതിൻ്റെ ഒരു സംശയം അല്ലേ. അപ്പോൾ ഈ നിലവാരം കൂടിയ ചോദ്യങ്ങൾ നമുക്ക് കണ്ടപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം, നമുക്ക് എല്ലാ ചോദ്യങ്ങളും ഏകദേശം എല്ലാം ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. പക്ഷേ നമുക്ക് കിട്ടിയ സമയം നമുക്ക് തികയില്ല എന്നുള്ളത് മാത്രമാണ് കാര്യം അല്ലേ. നമുക്ക് തന്നിട്ടുള്ള സമയത്തിനുള്ളിൽ ഈ ചോദ്യങ്ങളെല്ലാം ആൻസർ ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ചില ചോദ്യങ്ങളൊക്കെ നമുക്ക് അറിയുന്ന ചോദ്യങ്ങളാണ്, പക്ഷെ അത് ചോദിച്ചിട്ടുള്ള രീതിയാണ് ഭയങ്കര കടുപ്പായി പോയത് അല്ലേ. അങ്ങനെ വളഞ്ഞ മൂക്ക് പിടിക്കുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ. അപ്പോൾ അതുപോലൊരു സംഭവമാണ് നമ്മുടെ PSCയുടെ ഭാഗത്ത് നിന്നും ആ ചോദ്യങ്ങൾ തയ്യാറാക്കിയ ആള് നമ്മളെ ഒന്ന് കുഴപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ചോദ്യം വായിച്ച് മനസ്സിലാക്കാൻ നമുക്ക് ഈ തന്നിട്ടുള്ള സമയം തീരെ പോരാ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് എപ്പോഴും PSCയുടെ നമ്മുടെ പരീക്ഷ കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽസ് ഒക്കെ എടുത്ത് നോക്കിയാൽ തന്നെ പെട്ടെന്ന് അതിൻ്റെ ചോദ്യങ്ങളും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും കൂടെ ചേർന്നിട്ട് ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്യാറുണ്ട് എല്ലാവരും. പക്ഷേ നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞ ഡിഗ്രി ലെവൽ പ്രിലിമിനറിയുടെ ആദ്യഘട്ട പരീക്ഷയ്ക്ക് മാത്രം GKയുടെ കാര്യം നോക്കുകയാണെങ്കിൽ GK കറണ്ട് അഫയേഴ്സ് ഒക്കെ അതിൻ്റെ ഉത്തരങ്ങൾ മാത്രം അല്ലേ, ജസ്റ്റ് ആൻസർ കീ, അതും എത്ര സമയം കഴിഞ്ഞാണ് വന്നത്. പെട്ടെന്ന് തന്നെ ആൻസർ കീ എല്ലാവരും പബ്ലിഷ് ചെയ്യുന്നതാണ് സാധാരണ രീതിയിൽ. പക്ഷേ ഇത്തവണ അതിനൊരു മാറ്റം വന്നു അല്ലേ. മെല്ലെയാണ് നമുക്ക് ആൻസർ കീ ഒക്കെ പതുക്കിയാണ് കിട്ടിയത്. മാത്രമല്ല അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് എവിടെ നിന്നാണ് ആ ചോദ്യങ്ങൾ വന്നിട്ടുള്ള സോഴ്സ് പെട്ടെന്ന് തന്നെ ആർക്കും കണ്ടെത്താൻ പറ്റാത്ത തരത്തിലുള്ള അല്ലേ കാര്യങ്ങൾ തന്നെയായിരുന്നു. അതുപോലെ പിന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ മുൻവർഷ ചോദ്യങ്ങളിലൂടെ PSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒത്തിരി പേരുണ്ട് അല്ലെ. മുൻവർഷ ചോദ്യങ്ങളും ഉത്തരങ്ങളും മാത്രം പഠിച്ച് PSCയിൽ ഒരുവിധം കുഴപ്പമില്ലാത്ത മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്നൊക്കെയാണ് നമ്മൾ ഇതുവരെയുള്ള ഒരു അനുഭവത്തിൽ നിന്ന് അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ പഠിച്ചു പോയവർക്ക് ഇത് വൻ നഷ്ടമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മുൻവർഷ ചോദ്യങ്ങളുടെ എണ്ണം വളരെ കുറവായിരുന്നു അല്ലേ. വളരെ കുറച്ച് ചോദ്യങ്ങൾ മാത്രമാണ് മുൻവർഷ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതും ഒരു പ്രശ്നമാണ്. പിന്നെ നമ്മൾ ഈ പഠിക്കുന്ന രീതി നമ്മൾ വെറുതെ ഒന്ന് വായിച്ച് ഇങ്ങനെ ഓപ്ഷൻസ് മനസ്സിലാക്കിയിട്ട് നമുക്കൊരു ക്ലൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാമെന്ന് വിചാരിച്ച് ജസ്റ്റ് ഇങ്ങനെ കോഡൊക്കെ യൂസ് ചെയ്ത് കണക്ഷൻസ് ഒക്കെ യൂസ് ചെയ്ത് ജസ്റ്റ് ചോദ്യം ഉത്തരം എന്ന് പറയുന്ന രീതിയിൽ പഠിച്ചവർക്ക് ഒരിക്കലും ആൻസർ ചെയ്യാൻ പറ്റാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു ഇത്. നല്ല രീതിയിൽ പഠിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി എന്താണ് എന്നുള്ളത് വൃത്തിയായിട്ട് വ്യക്തമായിട്ട് പഠിച്ച ഒരാൾക്ക് മാത്രം ആൻസർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ കൂടിയിട്ട് നമുക്ക് കുറച്ച് സമയം കൂടുതൽ എടുത്ത് ചെയ്യേണ്ട ഒരു ചോദ്യങ്ങൾ തന്നെയായിരുന്നു എല്ലാം വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഞാൻ 2 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിലെ ഓരോ ചോദ്യങ്ങളും ഏത് ഭാഗത്ത് നിന്ന് വന്നതാണ് എന്നുള്ള രീതിയിൽ ഞാൻ ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ എക്കണോമിക്സിൽ വന്നിട്ടുള്ള ചോദ്യങ്ങൾ +1 +2 ടെക്സ്റ്റ് ബുക്കിലെ ഏത് ചാപ്റ്ററിൽ നിന്ന് ഏത് ഭാഗത്ത് നിന്ന് ചോദിച്ചതാണ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ചെയ്തിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ, ജിയോഗ്രഫി ആ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങൾ എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്, ഏത് ടെക്സ്റ്റ് ബുക്കിലെ ഏത് ചാപ്റ്ററിൽ നിന്നാണ് എന്നുള്ള കാര്യങ്ങൾ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് ആ ചാപ്റ്ററുകൾക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുന്നതായിരിക്കും ഇനി അങ്ങോട്ട് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇനി നമുക്ക് +1 +2 ടെക്സ്റ്റ് ബുക്കിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടെലിഗ്രാമിൽ PDF ഇടാമെന്നൊക്കെ. അപ്പോൾ അത് വായിച്ച് പഠിക്കുന്നതായിരിക്കും ഇനി 13-ാം തീയതി എക്സാം എഴുതാൻ പോകുന്നവർക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നെങ്കിൽ അങ്ങനെ പഠിക്കണം എന്നാണ് എൻ്റെ ഒരു ധാരണ. ഓക്കെ, +1 +2 ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് മാക്സിമം ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ടെക്സ്റ്റ് ബുക്കിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ജിയോഗ്രഫി, ഹിസ്റ്ററി, അതുപോലെ എക്കണോമിക്സ്, ഓക്കെ, അതെല്ലാം തന്നെ നമ്മൾ അതിൽ നിന്ന് പഠിക്കണം. പൊളിറ്റിക്കൽ സയൻസിൻ്റെ ടെക്സ്റ്റൊക്കെ വായിച്ച് പഠിച്ചാൽ മാത്രമാണ് നമുക്കിനി എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ എക്സാം എഴുതാനായിട്ട് പറ്റുള്ളൂ എന്ന് വിചാരിക്കുന്നു. ഓക്കെ,
ഇനി കട്ട് ഓഫിൻ്റെ കാര്യം എല്ലാവരുടെയും ഒരു പേടിയാണ് അല്ലേ, ചോദ്യങ്ങളൊക്കെ ഭയങ്കര ടഫായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മളൊന്ന് ലിസ്റ്റിൽ വരില്ല എന്ന് പറഞ്ഞ് പേടിച്ചിരിക്കുന്നവരുണ്ടാവും. പക്ഷേ ഞാൻ പറയട്ടെ, എക്സാം എത്രത്തോളം ടഫാകുന്നോ അത്രത്തോളം എന്തായിരിക്കും, കട്ട് ഓഫ് കുറവായിരിക്കും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അപ്പോൾ ഇതിലിപ്പോൾ നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിമിനറിയുടെ ആദ്യഘട്ട പരീക്ഷയുടെ ചോദ്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് എല്ലാ ചോദ്യങ്ങളും വായിച്ച് മനസ്സിലാക്കി, ഒത്തിരി സമയം കിട്ടിയിരുന്നെങ്കിൽ ഒരുവിധം വായിച്ച് മനസ്സിലാക്കി ഒരുവിധമൊക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുമായിരുന്നു കുറച്ചെങ്കിലും. പക്ഷേ ആദ്യം മുതൽ ഇപ്പോൾ നമ്മൾ ഓർഡറിലൊക്കെയാണ് ചെയ്തത്. ചിലവരൊക്കെ എന്ത് ചെയ്യും, മാത്സ് എളുപ്പമാണെങ്കിൽ ഫസ്റ്റ് മാത്സ് അറ്റൻഡ് ചെയ്തവരുണ്ടാവും, ഇംഗ്ലീഷ് എളുപ്പമാണെന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷ് അറ്റൻഡ് ചെയ്തവരുണ്ടാവും, അതിൽ മാർക്കെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്തവരാണെങ്കിൽ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഈ 3 ഭാഗം അറ്റൻഡ് ചെയ്തപ്പോൾ തന്നെ അവർക്ക് ഏകദേശം 50 ചോദ്യങ്ങളിൽ അല്ലെ, മാത്സും ഇംഗ്ലീഷും മലയാളം കൂടെ 50 ചോദ്യങ്ങളാണ്. അതിൽ തന്നെ അവർക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മാർക്ക് അല്ലെ 35 മാർക്കൊക്കെ അതിൽ നിന്ന് എന്തായാലും സ്കോർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. 35-40 മാർക്കോളം സ്കോർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു മാത്സും ഇംഗ്ലീഷും മലയാളവും. അപ്പോൾ അതൊക്കെ ആദ്യം അറ്റൻഡ് ചെയ്തവർക്കാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്ക് കിട്ടുമായിരുന്നു. ബാക്കി പിന്നെ 50 ചോദ്യങ്ങളല്ലേ ജി കെയും കറണ്ട് അഫയേഴ്സും കൂടെ വരുന്നുള്ളൂ. അപ്പോൾ അതിൽ നമുക്ക് വായിച്ച് കുഴപ്പിക്കുന്ന കുറേ ചോദ്യങ്ങൾ അല്ലേ, അപ്പോൾ അതൊക്കെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ സമയം തികയാതെ പോയതാണ് കാരണം. ഇനി ആദ്യം മുതൽ 1 മുതൽ ഇങ്ങനെ ഓർഡറിൽ നമ്മൾ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്ത് പോയവരാണെങ്കിൽ അവർക്ക് എന്ത് പറ്റിയിട്ടുണ്ടാവും, ആദ്യത്തെ ചോദ്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കി അത് അറ്റൻഡ് ചെയ്യാനുള്ള സമയം അവിടെ പോയിട്ടുണ്ടാവും, നല്ലപോലെ സമയം എടുത്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവർക്ക് അറിയുന്ന ചോദ്യങ്ങൾ പോലും, ചിലപ്പോൾ മാത്സും മലയാളമൊക്കെ അത്യാവശ്യം നന്നായിട്ട് അറിയുന്ന ചോദ്യങ്ങൾ പോലും അറ്റൻഡ് ചെയ്യാനായിട്ട് സമയം തികയാതെ വന്നവരും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇനി 13-ാം തീയതി വരുന്നവരെങ്കിലും, എക്സാം എഴുതാൻ പോകുന്നവരെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, നിങ്ങൾക്ക് അറിയാവുന്ന ഭാഗം, അതായത് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ, അവിടെ വലിയ വ്യത്യാസമൊന്നും ഇല്ല അല്ലേ, രീതിയിൽ ചോദ്യത്തിൽ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ആ ഭാഗം നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ 50 മാർക്കിൽ എങ്ങനെ പോയാലും ഒരു 30-35 മാർക്കൊക്കെ ആ ഭാഗത്ത് നിന്ന് സ്കോർ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ആ ഭാഗം ക്ലിയർ ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ പരീക്ഷ എഴുതിയവരുടെ കാര്യം നോക്കുകയാണെങ്കിൽ മാത്സും ഇംഗ്ലീഷും മലയാളവും അത്യാവശ്യം നന്നായിട്ട് അറ്റൻഡ് ചെയ്തവരാണ്. പിന്നെ ജി കെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ പോയാലും ഒരു 28 മാർക്ക് മുതൽ 35 മാർക്കിന് ഉള്ളിൽ വാങ്ങിച്ചവർ, 35 മാർക്ക് വരെ 28 to 35 വാങ്ങിച്ചവർക്കൊക്കെ സുഖമായിട്ട് രക്ഷപ്പെടാം എന്നുള്ളതാണ്. കാരണം അത്രയും ടഫായിട്ടുള്ള ചോദ്യപേപ്പർ ആയതുകൊണ്ട് തന്നെ കട്ട് ഓഫ് ഏകദേശം ആ ഒരു റേഞ്ചിൽ തന്നെ വരാൻ ചാൻസ് ഉള്ളൂ, അതിലും കൂടുതലാവാനുള്ള ചാൻസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു 28 മാർക്ക് 35 മാർക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സുഖമായിട്ട് പ്രിലിംസ് പാസ്സാവും എന്നുള്ള കാര്യത്തിൽ ടെൻഷനൊന്നും അടിക്കേണ്ട. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ല മാർക്ക് തന്നെയാണ്. നമുക്ക് മാർക്ക് കുറവാണ് എന്നുള്ളത് നമ്മുടെ വിഷയം. കാരണം നമുക്ക് എപ്പോഴും നല്ല മാർക്ക് അല്ലേ, 40, 50, 60, 70 ആ ഒരു റേഞ്ച് മാർക്കൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിട്ട് ഇപ്പോൾ നമ്മൾ കണക്കൂട്ടുമ്പോൾ 30 മാർക്കൊക്കെ കിട്ടിയെന്ന് പറയുമ്പോൾ നമുക്ക് മാർക്ക് കുറവാണ്. പക്ഷേ നിങ്ങൾ ചിന്തിക്കുക, ക്വസ്റ്റ്യൻ പേപ്പർ അത്രത്തോളം ടഫായിരുന്നു. അതുകൊണ്ട് നമ്മുടെ കട്ട് ഓഫും കുറയും. പിന്നെ ഈ ഇപ്പോൾ എഴുതിയ പരീക്ഷയിൽ ആരും തന്നെ മുന്നേ നിൽക്കുന്നവരില്ല. കാരണം എല്ലാവരും അല്ലേ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമായിരുന്നു ഈ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും അധികം പ്രസ്താവനയുടെ രീതിയിലുള്ള ചോദ്യങ്ങളൊന്നും ആരും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഇവിടെ തുല്യരാണ്, എല്ലാവരും ഒരേപോലുള്ള ടെൻഷനും കൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ അവരിൽ നമ്മൾ മുന്നേ എന്ന് പറയുമ്പോൾ അല്ലേ, അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ എഴുതിയതിൽ എല്ലാവരും ഏകദേശം ഒരേ ടെൻഷനും കൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് നിങ്ങൾ നോക്കി നോക്കുക. ഇപ്പം ഞാൻ പ്രൊവിഷണൽ കീ വന്നിട്ടുണ്ടായിരുന്നു, അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ആൻസറൊക്കെ നിങ്ങൾ ടിക്ക് ചെയ്തതൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളതൊക്കെ നോക്കി നിങ്ങൾക്ക് ഏകദേശം ഒരു മാർക്ക് എത്ര കിട്ടും എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക. ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 28 to 35 കിട്ടുകയാണെങ്കിൽ, 35 കിട്ടിയാൽ ഷുവറാണ് നിങ്ങൾ എന്തായാലും ലിസ്റ്റിലുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ആ ഒരു ടെൻഷനും കൊണ്ട് ആരും വേവലാതിപ്പെട്ടിട്ട് ഇരിക്കുമെന്നും വേണ്ട. ഓക്കെ ആണല്ലോ. ഇനി പറയാനുള്ളത്, ഇനി 13-ാം തീയതി പരീക്ഷ എഴുതാൻ പോകുന്നവരുടെ കാര്യമാണ് പറയാനുള്ളത്. അപ്പോൾ 13-ാം തീയതി പരീക്ഷ എഴുതാൻ പോകുന്നവർ ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കണ്ടു, ഏകദേശം PSCയുടെ രീതിയൊക്കെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ എങ്കിലും ആ ഉള്ള ദിവസങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ പറഞ്ഞു ഓരോ ചോദ്യങ്ങളും വന്നിട്ടുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിക്ക് അനുസരിച്ചിട്ട് ആ ബുക്കുകളൊക്കെ ഒന്ന് നല്ല രീതിയിൽ വായിച്ചിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം.
ഓക്കെ, അപ്പോൾ ആ രീതിയിലൊക്കെ ഒന്ന് വായിക്കാം. PSC ബുള്ളറ്റിൻ, അതുപോലെ തന്നെ എന്താണ് സമഗ്ര ക്വസ്റ്റ്യൻ പൂള്, അതുപോലെ നമ്മളിപ്പോൾ പറഞ്ഞ +1 +2 ടെക്സ്റ്റ് ബുക്കുകൾ, ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വായിക്കുക. GK യുടെ കാര്യം പിന്നെ നിങ്ങൾ ആദ്യം ചെയ്തു തീർക്കേണ്ട കാര്യം മാത്സും ഇംഗ്ലീഷും മലയാളവും കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു തീർക്കുക എന്നുള്ളതാണ്. കാരണം നമുക്ക് അവിടെ നിന്ന് വേണം മാക്സിമം നമുക്ക് നല്ല രീതിയിൽ 50 മാർക്കാണ്. അപ്പോൾ 50 മാർക്കിൽ നമുക്ക് 40 മാർക്കെങ്കിലും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് മാത്സ്, മലയാളം, ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അവിടെ ചോദ്യത്തിൽ വലിയ വ്യത്യാസമൊന്നും വരാത്തതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഭാഗത്ത് നിന്ന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നല്ല രീതിയിൽ നിങ്ങൾ ആദ്യം പഠിച്ച് കംപ്ലീറ്റ് ചെയ്യുക. ഇനിയുള്ള ദിവസങ്ങളിൽ അത് ആദ്യം പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം നമ്മൾ GK പറഞ്ഞതുപോലെ +1 +2 ടെക്സ്റ്റ് ബുക്കിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ പഠിക്കുക. ബാക്കിയുള്ള ക്വസ്റ്റ്യൻ പൂളും PSC ബുള്ളറ്റിനും ഒക്കെ നോക്കുക. ഇംഗ്ലീഷിൻ്റെ ചില ചോദ്യങ്ങളൊക്കെ PSC ബുള്ളറ്റിനിൽ നിന്ന് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ PSC ബുള്ളറ്റിൻ വായിച്ചിട്ട് പോകുന്നതൊക്കെ നല്ലത് തന്നെയായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളോട് പറയാനുള്ളത്. ആരും ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾ എക്സാം എഴുതിയവരാണെങ്കിലും കട്ട് ഓഫ് വളരെ കുറവ് തന്നെയാണ് വരുള്ളൂ. ഓക്കെ, എക്സാം എന്താണ് ടഫ് ആയതുകൊണ്ട്. അപ്പോൾ എക്സാം എഴുതിയവർ എന്താണ് ടെൻഷൻ അടിക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നിങ്ങളെല്ലാവരും ലിസ്റ്റിൽ വരുമെന്ന്. അതുപോലെ ഇനി എഴുതാൻ പോകുന്നവർ ഈ പറഞ്ഞ രീതിയിലൊക്കെ ഒന്ന് നിങ്ങൾ നല്ല രീതിയിൽ ശ്രമിക്കുക. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ എക്സാം എഴുതാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്